4 മർത്തബകൾ ഉണ്ടെന്ന് പറഞ്ഞാൽ 3 മർത്തബ ഇന്നലെ വിശദീകരിച്ചു. അള്ളാന്റെ തൗഫീഖ് കൊണ്ട് ബാക്കി ഇൻഷാ അല്ലാഹ് പറയാം. അറാബിഅത്തു 4ാമത്തെ മർത്തബ എന്താ അറിയോ? വറഉൽ സിദ്ദീഖീന, സിദ്ദീഖിങ്ങളുടെ വറഉൽ സൂക്ഷ്മത. സിദ്ദീഖിങ്ങൾ എന്ന് പറഞ്ഞാൽ നുബുവത്ത് കഴിഞ്ഞ പിന്നെ സ്ഥാനമുള്ളവർ സിദ്ദീഖിങ്ങൾ എന്നാണ്. അവരെ സൂക്ഷ്മത്തിന് പറയാമല്ലോ. നോക്കുക എന്താണത്? വഹുവ അത്തവഖി അല്ല വഹുവ ഇറാദു അമ്മാ സിവല്ലാഹി തആല, അള്ളാഹു അല്ലാത്ത ഏതെല്ലാം ഉണ്ടോ അതിനെ തൊട്ടൊക്കെ തിരിഞ്ഞു കളയണം. ഓലെ മനസ്സിൽ അള്ളയോട് ചിന്ത ഉണ്ടാവുക. ഒരു സൂഫി പറഞ്ഞതുപോലെ ഇബ്നുൽ ഫാരിദോ അങ്ങനെ ആൾ പറഞ്ഞല്ലോ പാട്ട്, എന്ത് ലൗ ഖാതറതു ലീ ഫീ സിവാക ഇറാദത്തുൻ, നിന്നിലല്ലാതെ അള്ളാഹുവേ ഒരു ചിന്ത എനിക്ക് കടന്നുകൂടിയാൽ ലഹകംതു യൗമൻ ബിരിദ്ദതി, ഞാൻ ആ നിമിഷം തന്നെ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോയി ഞാൻ വിരിക്കുന്ന. അതിപ്പോ സിദ്ദീഖിന്റെ വറയാണ്. അപ്പൊ ആ സിദ്ദീഖിങ്ങൾക്കുള്ള വറയാണ് ഈ പറഞ്ഞത്. എന്തുകൊണ്ടാണ് ഓല് അള്ളാഹു അല്ലാത്തതിനെ തൊട്ടൊക്കെ തിരിഞ്ഞു കളയുന്ന ഈ വറ ഉണ്ടാക്കുന്നത്? ഖൗഫൻ മിൻ സർഫി സഅത്തി മിനൽ ഉംരി, അള്ളാഹു നൽകിയ ആയുസ് അത് വിലപ്പെട്ടതാണല്ലോ. ആ ആയുസ്സിനൊരു സമയം ചെലവഴിച്ചു, ഇലാമ ഒന്നിലേക്ക് ചെലവഴിച്ചു, തിരിച്ചുവിട്ടു. ലാ യുഫീദു, ആ ഒന്ന് ഫലം വരുത്തുന്നില്ല. റിയാദത്തിന് കൂടുതൽ റിയാദ ഖുർബിൻ ഇൻദല്ലാഹി അസ്സ വജല്ല, അള്ളാഹുവിന്റെ അടുത്തേക്കുള്ള അടുപ്പത്തെ കൂടുതലിനെ ഫലം വരുത്തുന്നില്ല. ഇവർ കൂടുതൽ ഫലം വരുത്താത്ത ഒരു സംഗതിയിലേക്ക് തന്റെ ആയുസ്സിനൊരു സമയം തിരിച്ചുവിട്ടു എന്നൊരു പേടി ഓർക്കുന്നുണ്ട്. ആ പേടിയുള്ളത് കൊണ്ടാണ് ഓല് അള്ളാഹു അല്ലാത്തൊരു തൊട്ടൊക്കെ തിരിഞ്ഞു കളഞ്ഞത്. അള്ളാഹുവിലാകുമ്പോൾ കുഴപ്പമൊന്നുമില്ലല്ലോ. അപ്പൊ അള്ളാഹുവിലായിട്ട് എല്ലാ സമയം വിനിയോഗിക്കണം. അല്ലാത്ത ഒന്നിലേക്ക് പോയാൽ അത് അപകടമാണെന്ന് മനസ്സറിയുന്നവരും അങ്ങനെ വരരുത് എന്ന് ചിന്തിക്കുന്നവരുമാണ് സിദ്ദീഖീങ്ങൾ പറയുന്നത്. വഇൻ കാന യഅലമു വയതഹഖഖു അന്നഹു ലാ യുഫ്ളി ഇലാ ഹറാമിൻ, അയാൾ ആ ഉപയോഗിക്കുന്ന കാര്യം വാസ്തവത്തിൽ അത് ഹറാമിലേക്ക് കൂട്ടൂല, അതൊക്കെ ഉറപ്പാണ്. അയാൾക്കത് അറിയുകയും ചെയ്യാം, ഒരു സംശയമല്ല, ഒരു ഡൗട്ടും ഇല്ല. എന്നിരിക്കെ ഹറാമിലേക്ക് അത് വരുന്നില്ലെങ്കിലും ആ സമയം അവർ വിനിയോഗിക്കൂല. പേടെന്താണ്? അള്ളാഹു അല്ലാത്തതിലേക്ക് ഉപയോഗിച്ചല്ലോ. അങ്ങനെ ഉപയോഗിച്ചത് കൊണ്ട് അനുവദനീയമാണെങ്കിലും അള്ളാഹുവിന്റെ അടുത്തേക്ക് കൂടുതൽ അടുക്കുക എന്ന് മനസ്സിലാക്കി തരുന്നുണ്ടോ? ഇല്ലല്ലോ എന്നിങ്ങനെയാണ് ചിന്തിക്കുന്നത്. അപ്പൊ ഹാദിഖി ദറജാത്തു, ഈ പറഞ്ഞ 4 സ്റ്റാൻഡേർഡുകളും കുല്ലുഹ, ഇത് മുഴുവനും ഖാരിജത്തുൻ അൻ നദിൽ ഫഖീഹ്, ഒരു പണ്ഡിതൻ, ഒരു ഫഖീഹ് കർമ്മശാസ്ത്ര പണ്ഡിതൻ, ഇസ്ലാമിന്റെ വിധികൾ അറിയുന്ന ഒരു വിദഗ്ധൻ, അദ്ദേഹത്തിന്റെ നോട്ടത്തെ തൊട്ട് പുറത്തു പോയതാണ്. ഈ 4 കാര്യം അയാൾക്ക് ചിന്തിക്കേണ്ടതില്ല, അയാൾക്ക് ആലോചിക്കേണ്ടതുമില്ല. അത് ഇല്ല ദറജത്തുലൂല, 1ാമത്തെ ദറജ വെച്ചാണ്. അത് അയാൾ ചിന്തിക്കണം. പോകുക ആ ദറജ ഏതാണ്? വറഉ ശുഹൂദ് വൽ ഖുല്ലാത്ത്, ഷഹാദത്തിന്റെ സൂക്ഷ്മത, ഖാദിയുടെ വിധിയുടെ സൂക്ഷ്മത, വമാ യഖ്ദു ബിൽ അദാലത്തി, നീതിയിൽ മോശമായി വരുന്ന കാര്യം, വൽ ഖിയാമി ദാലിക, അല്ല അത് ഇത്തരം കാര്യങ്ങൾ, വൽ ഖിയാമി ദാലിക, ഈ പറയുന്ന കാര്യങ്ങളെ കൊണ്ട് നിറവേറ്റിപ്പോരല്, ലാ യുംബിൽ ഇസ്മാവിൽ ആഖിറത്തി, ആഖിറത്തിലൊന്നും ഇതിന്റെ കുറ്റം ഇല്ലാതെയാക്കൂല. അപ്പൊ ആഖിറത്തിലെ കുറ്റം വരും. ഇതാണ്. അപ്പൊ ഷഹാദത്തിന്റെ പറയുന്നത് നല്ലോണം വേണം. ഖുലാത്തിന്റെയും നീതിയുടെ മോശത്തരങ്ങൾ എന്തൊക്കെ അത് ചിന്തിക്കേണ്ടതുണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ആ ഷഹാദത്ത് കൊണ്ട് നിൽക്കുമ്പോ അവിടെ മോശത്തരം വന്നാൽ അവിടെ ആഖിറത്തിലെ കുറ്റമുണ്ട്. ആ കുറ്റം ഇതില്ലാതാക്കുമോ? ഇല്ലല്ലോ. നോക്കുക, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബിതങ്ങൾ പറഞ്ഞല്ലോ, എന്ത്? ലി വാബിസ്വത്ത, വാബിസ്വത്തിനോട് പറഞ്ഞു, ഇസ്തഫ്തി ഖൽബക, നീ നിന്റെ ഖൽബിനോട് ചോദിച്ചു നോക്ക്. വഇൻ അഫ്തൗക വഇൻ അഫ്തൗക വഇൻ അഫ്തൗക, അവരെല്ലാവരും നിനക്ക് 10 തന്നു, അവരെല്ലാവരും നിനക്ക് 10 തന്നു, അവരെല്ലാവരും നിനക്ക് വേണ്ട 10 നൽകി എങ്കിലും അപ്പൊ 10 അവർ ചെല്ലുണ്ടെങ്കിലും നീ നിന്റെ കൽബുമായി ഒന്ന് ബന്ധപ്പെടേണ്ടതുണ്ട്. നിന്റെ കൽബിനോട് ചോദിച്ചു നോക്ക് എന്താ വേണ്ടതെന്നുള്ളത്. അങ്ങനെ ആയിരിക്കണം നീ ചിന്തിക്കേണ്ടതെന്നാണ്. ഈ പറഞ്ഞതിന് അർത്ഥം എന്താണ്? വറവ് വേണം, സൂക്ഷ്മത വേണം,
അത് ശരിയാണെങ്കിൽ മാത്രം എടുത്താൽ മതി, അല്ലെങ്കിൽ വേണ്ട. ഇതാണല്ലോ പറഞ്ഞത്. ഓൽ ഫഖീഹു പണ്ഡിതൻ ലാ യതകല്ലമു അയാൾ സംസാരിക്കൂല ഫി ഹസ്സാസാത്തിൽ ഖുലൂബി ഹൃദയത്തിനെ മുറിവേൽപ്പിക്കുന്ന ഹമ്മിലാക്കുന്ന വിഷമുണ്ടാക്കുന്ന എന്തൊക്കെ ആ കാര്യത്തിൽ ഒരു ഫഖീന് കർമ്മശാസ്ത്ര പണ്ഡിതൻ നോക്കേണ്ടതില്ല. അപ്പൊ കൈഫിയത്തിൽ അമലി ബിഹ കൽബുകളെ കൊണ്ട് എങ്ങനെയൊക്കെയാണ് കർമ്മങ്ങൾ നടത്തേണ്ടത് അതും അയാൾ സംസാരിക്കൂല. ബൽ പിന്നെയോ അയാൾ നോക്കുന്നത് ഈമാ യഖ്ദുബിൽ അദാലത്തി ഫഖത്ത് നീതിയിൽ എന്താണ് മോശം, നീതി മോശം വന്നാൽ ഷഹാത്തിനും ഖുദാത്തിനും പറ്റില്ല. അപ്പൊ ആ നീതിയിൽ നിന്ന് മോശത്തരം എന്ത്, ഇതാണ് അയാൾ ചിന്തിക്കുക, മറ്റൊന്നും അയാൾക്ക് ചിന്തിക്കേണ്ട ആവശ്യമില്ല. ഇനി ഫൈദൻ ആ സമയത്ത് ഇങ്ങനെ പറയുമ്പോ ജമീഉ നദരി ഫഖീഹി ഈ പണ്ഡിതന്റെ ആലോചനകളും ചിന്തകളും മുഴുവനും മുർത്തബിത്തും ബിദ്ദുനിയ ദുന്യാവുമായി ബന്ധപ്പെട്ടതാണ്. അല്ലത്തി എങ്ങനത്തെ ദുനിയാവ് ബിഹ ആ ദുനിയാവ് കൊണ്ടാണല്ലോ എന്തുണ്ടാവുന്നത് സ്വലാഹു തരീഖുൽ ആഖിറ ആഖിറത്തിന്റെ വഴിയുടെ നന്മ ആ ദുന്യാവ് കൊണ്ടുണ്ടാവുക. അങ്ങനെയുള്ള ദുന്യാവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു ചിന്ത മാത്രമേ ഉണ്ടാവുകയുള്ളൂ ഫഖീഹിന്. പിന്നെ ആന്തരികമായൊന്നും ഉണ്ടാവില്ല, ബാഹ്യമായിട്ടുണ്ടാവില്ല എന്നർത്ഥം. ഇനി എങ്ങാനും ഫഇൻ തകല്ലമ ഫീ ശൈഇൻ മിൻ സിഫാത്തിൽ ഖൽബി വഅഹ്കാമിൽ ആഖിറത്തി പണ്ഡിതൻ ചെയ്യേണ്ട പണി ഭൗതികമാണെങ്കിൽ ഇതേ പണ്ഡിതൻ ആഖിറത്തിന്റെ വിധികൾ എന്താണ്, ഖൽബിന്റെ സ്വഭാവങ്ങൾ എന്താണ്, ഗുണങ്ങൾ എന്താണ്, അതിലാണ് അയാൾ സംസാരിക്കുന്നത് വന്നാൽ എന്നാ പിന്നെ വദാലിക യദ്ഖുലു ബി കലാമി അലാ സബീൽ തതഫുലി അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ തന്നെ ആ വരുന്ന പരിപാടി ആ സംസാരമൊക്കെ അയാളെ കലാമിലൂടെ വന്നതും പ്രവേശിച്ചതും അതിലേക്ക് ക്ഷണിക്കാതെ വന്ന ഒന്നാണ്, ക്ഷണിക്കാതെത്തിയ ഒന്നാണ്. ആ വഴിക്ക് കൂട്ടിയാൽ മതി. അയാളെ ഉദ്ദേശമല്ല, അത് ക്ഷണിഞ്ഞു വന്നതാണ് എന്ന് കരുതിയാൽ മതി. ഏതുപോലെ കമാ ഖദ് യദ്ഖുലു ബി കലാമി ശൈഉൻ മിന ത്വിബ്ബി വൽ ഹിസാബ് വൻ നുജൂമി വഇൽമിൽ കലാമി ഈ ഫഖീഹ് സംസാരിക്കുന്ന കലാം ഇൽമുൽ കലാമായിരിക്കും. അതായത് വിശ്വശാസ്ത്രം, നക്ഷത്രശാസ്ത്രം, ജ്യോതിശാസ്ത്രം, കണക്ക്, വൈദികൻ ഇത്യാദി കാര്യങ്ങളിൽ നിന്ന് ചിലപ്പോ അയാൾ സംസാരത്തിന് വന്നേക്കാം. അങ്ങനെ വന്നാൽ തന്നെയും അയാളെ പറ്റി എന്താ പറയാനുള്ളത്, അയാള് ഡോക്ടർ ഭാഗം പഠിച്ച ആളാണ്, അത് സംസാരിക്കുന്ന ആളാണ്, അല്ലെങ്കിൽ കണക്ക് പറയുന്ന ആളാണ്, അല്ലെങ്കിൽ നുജൂമിന്റെ ആളാണ്, അല്ലെങ്കിൽ അഖീദ പറയുന്ന ആൾ എന്നൊന്നും അവിടെ പറയില്ല. അത് അയാളിലേക്ക് ക്ഷണിഞ്ഞു വന്നതാണ്, ക്ഷണിച്ചതല്ല. ഇതുപോലെയാണ് ഫിഖ് സംസാരിക്കുന്ന ഒരാള് ആഖിറത്തിന്റെ കാര്യത്തിലും ഖൽബിന്റെ കാര്യം സംസാരിച്ചത് അങ്ങനെ വന്നതാണ്. ഇപ്പൊ കമാ തദ്ഖുൽ ഹിക്മത്തു ഫി നഹ്വി വശഅർ ഗാനം, നഹ്വ് ഇവയിൽ ഹിക്മത്ത് കടന്നു വരുന്നുണ്ട്. അത്തരം കാര്യങ്ങളൊക്കെ വരുന്നത് പോലെയാണ് പറഞ്ഞത്. ഇതൊന്നും എന്തല്ല ക്ഷണിച്ചു എന്നല്ല, ക്ഷണിയാതെ വന്നതാണ്. അപ്പൊ അയാൾ പാട്ട് പാടുന്നുണ്ടാകും, പിന്നെ നഹ്വിന്റെ കാര്യം പറയുണ്ടാവും. അതൊന്നും അയാളുടെ ഉദ്ദേശമല്ല, അത് അതിലേക്ക് വരുന്ന ഒന്നാണ്. നോക്കൂ, വകാന സുഫിയാൻ തൗരി റഹ്മഹുല്ലാഹ് വഹുവ ഇമാമും ബി ഇൽമിൽ ളാഹിരി ഭാഗ്യമായ അറിവുകൾ എന്തൊക്കെയുണ്ടോ അത്തരം കാര്യങ്ങൾ അറിയുന്ന ഒരു ഇമാമായിരുന്നു സുഫിയാൻ തൗരി. യഖൂലു മഹാൻ പറയുന്നു, എന്ത് ഇന്ന ത്വലബ ഹാദ നിശ്ചയമായിട്ടും ഈ സംഗതി തേടല് ലൈസ മിൻ സാദിൽ ആഖിറത്തി അത് ആഖിറത്തിന്റെ ഭക്ഷണത്തിൽപ്പെട്ടതല്ല. ആഖിറത്തിലേക്കുള്ള ഭക്ഷണം ഉണ്ടാക്കലാണ് ദുന്യാവിന്റെ ലക്ഷ്യം. എന്നാൽ ലാഹിറായിരിക്കുന്ന ഇൽമു കൊണ്ടൊന്നും ആഖിറത്തിലേക്കുള്ള ഭക്ഷണമാവുകയില്ല എന്നാണ് സുഫിയാനി സൗരി റളിയല്ലാഹു അൻഹു പറഞ്ഞത്. കൈഫ അത് എങ്ങനെ ആകും? വഖദിത്തബഖു പണ്ഡിതന്മാരൊക്കെ ഒത്തൊരുമിച്ചിരിക്കുന്നു, അവരെല്ലാവരും ഒത്തു സമ്മതിച്ചിരിക്കുന്നു. എന്ത് അല അന്ന ശറഫ ബിൽ ഇൽമി അൽ അമൽ ബിഹി ഇൽമുണ്ടെങ്കിൽ ആ ഇൽമിന്റെ സ്ഥാനം അറിയണമെങ്കിൽ ആ ഇൽമുള്ള വ്യക്തി അതനുസരിച്ച് പ്രവർത്തിക്കണം. അപ്പോഴേ ഇൽമിന്റെ ശ്രേഷ്ഠത ഉണ്ടാവുകയുള്ളൂ. അതാണ് എല്ലാവരും പറഞ്ഞിട്ടുള്ളത്. അപ്പൊ കൈഫ യുദന്നു എങ്ങനെയാണ് വിചാരിക്കപ്പെടുക? അന്നഹു നിശ്ചയമായിട്ടും അയാള് അലിമൽ ലിഹാറ പിന്നെ വല്ലിആൻ വസ്സലമ വല്ലിജാറത്ത വസ്സറഫ് അയാൾ അറിയുന്നു ലിയാറിനെ കുറിച്ചുള്ളത്, അല്ലെങ്കിൽ ലിആന്, അല്ലെങ്കിൽ സലമ്, അല്ലെങ്കിൽ ഇജാറത്ത്, അല്ലെങ്കിൽ സുർഫ് ഇത്യാദി കാര്യങ്ങളെ കുറിച്ചൊക്കെ അയാൾ അറിയുന്നവനാണെന്ന് എങ്ങനെ ധരിക്കപ്പെടും? ഇതേ പറയാനുള്ളൂ. അതൊക്കെ ധരിക്കപ്പെടുമെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് അമലുകൾ കാണുന്നവർ പറഞ്ഞുകൊണ്ടിരുന്നത്, അല്ലെങ്കിൽ ഉണ്ടാവില്ലല്ലോ.
അപ്പൊ അതുകൊണ്ട് ലാഹിറായ അമൽ പഠിച്ച ആൾക്കാരൊക്കെ ആഖിറത്തിന്റെ സാദിലേക്ക് വരുന്നില്ല. അതാണ് ഈ പറഞ്ഞത്. ഒമൻ തഅല്ലമ ഹാദിഹിൽ ഉമൂറ, ഇവിടെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അയാൾ പഠിക്കുകയാണെങ്കിൽ എന്തിനു പഠിച്ചു? ഈ യതഖറബിഹ, ഈ പറഞ്ഞ ഇൽമുകളെ കൊണ്ടൊക്കെ പഠിച്ചിട്ട് അയാൾ ഇതുകൊണ്ട് അടുക്കാൻ വേണ്ടി ഇലല്ലാഹി തആല അള്ളാഹുവിലേക്ക് ഒന്ന് അടുക്കണം, അത് വിചാരിച്ചുകൊണ്ടാണ് അയാൾ ഇത്രയും കാര്യം പഠിച്ചുണ്ടാക്കിയത്. അപ്പൊ ലിഹാറിന്റെയും ലിയാന്റെയും സലമിന്റെയും വിചാരത്തിന്റെയും സ്വറഫിന്റെയും ഇതൊക്കെ ആൾ പഠിച്ചുണ്ടാക്കുന്നത് അള്ളാഹുവിലേക്ക് അടുക്കാനാന്ന് വിചാരിച്ച് പഠിച്ചാൽ ബഹുവ മജുൻ, അയാളെ പറ്റി എന്താ പറയാം, ഭ്രാന്തൻ എന്നേ പറയുള്ളൂ. കാരണം എന്താണ്, ഇവിടെ എന്താ കൽബിയായ അമലൊന്നും ഇല്ലല്ലോ. വഇന്നമൽ അമലു ബിൽ ഖൽബി വൽ ജവാരി ബി ത്വാഅത്തി, അമല് ഖൽബ് കൊണ്ട് മാത്രമാണ്, അവയവങ്ങൾ ത്വാഅത്തിലുമാണുള്ളത്. അപ്പൊ വസ്സറഫു സ്ഥാനം തിൽക്കൽ അഅമാൽ, ആ അമാലുകളാണ് സ്ഥാനമുള്ളത്. അപ്പൊ കൽബുമായി ബന്ധപ്പെട്ട് അവയവങ്ങൾ ത്വാഅത്തിലായി ജീവിക്കുമ്പോഴാണ് ആ അമലുകളൊക്കെ ഷറഫുള്ളതെന്ന് പറയുള്ളൂ. ഇതിനാണ് മനുഷ്യൻ തുനിയേണ്ടത്. ഇതാണ് ഇവിടുത്തെ ആവശ്യം. ഭക്തികൾ ലാഹിറായ ഇൽമുകളൊന്നും ആഖിറത്തിലെ ഭക്ഷണമല്ല. അതുകൊണ്ട് ഇതൊന്നും പഠിക്കണ്ടെന്ന് ഇതിനർത്ഥമില്ല. ഇത് പഠിച്ച് ലെവലായി ദീനിയ ഉപകരണം നടത്താം, അത് വേറെ വശം. പക്ഷെ ഇങ്ങനെ പഠിച്ചു വെച്ച ആൾക്കാരൊന്നും ദുന്യാവിന്റെ ഉഖറവിയ പണ്ഡിതന്മാരല്ലാന്ന് പറയുന്നത്. ഫയൻ കുൽത്ത, ഇനി നിനക്ക് ചോദിക്കാം, എന്താ ചോദ്യം? ലിമ സവൈത ബൈനൽ ഫിഖ്ഹി വത്തിബ്ബി, ഡോക്ടർ ഭാഗത്തിന്റെയും ഫിഖ്ഹ് കർമ്മശാസ്ത്രത്തിന്റെയും ഈ രണ്ട് അറിവിന്റെയും ഇടയിൽ സമമാക്കി നിങ്ങൾ. കാരണം എന്താ, ഇത് തിബ്ബ് എന്ന് പറയുന്നത് അയ്ലൻ ഫിഖ്ഹ് ദുന്യവുമായി ബന്ധമുള്ളതുപോലെ തിബ്ബ് യതഅല്ലഖു ബിദ്ദുനിയ, അത് ദുന്യാവുമായി ബന്ധമുള്ളത് തന്നെയാണ്. വഹുവ സിഹ്ഹത്തുൽ ജസദ്, അതെന്താ, ജസദിന്റെ ആരോഗ്യപരമായി തടിയുടെ ആരോഗ്യം, അതാണല്ലോ ഈ തിബ്ബുകൊണ്ട് ഉദ്ദേശം. വദാലിക യതഅല്ലഖു ബിഹി, അതോടൊപ്പം തന്നെ ആ തിബ്ബായ ഇൽമ് അതുമായി ബന്ധിക്കുന്നുണ്ടല്ലോ. അയ്ലൻ ഫിഖ്ഹിനോട് ബന്ധിക്കുന്ന പോലെ സലാഹുദ്ദീൻ, ദീന്റെ നന്മയും ഈ പറയുന്ന തിബ്ബുമായി ബന്ധമുണ്ടല്ലോ എന്നായി. അപ്പൊ പിന്നെ വഹാദിക്ക് തസ്വിയത്തു, ഈ സമപ്പെടുത്തല് തുഖാലിഫു ഇജ്മാഅൽ മുസ്ലിമീന, മുസ്ലിം ലോകത്തിന്റെ ഇജ്മാഅിന്റെ എതിരാണ്. ഇത് ശരിയല്ലല്ലോ. അങ്ങനെ വരിക, സമപ്പെടുത്തിയിട്ട് രണ്ടും രണ്ടെന്നല്ലേ. അപ്പൊ അങ്ങനെ വരുമ്പോൾ പ്രയാസമുണ്ട്. അത് ചോദിക്കുകയാണെങ്കിൽ പായലൻ നീ അറിഞ്ഞോ, അന്ന തസ്വിയത്ത, ഇവിടെ തസ്വിയത്താക്കിയത് ഒരു ലാജിമ, അത് നിർബന്ധമില്ലാത്ത ഒന്നും ലാജിമല്ല. ബൽ ബൈനഹുമാ ഫർഖുൻ, തിബ്ബിന്റെയും അതുപോലെ തന്നെ ഫിഖ്ഹിന്റെയും ഇടയിൽ എന്തുണ്ട്, അവാന്തരമുണ്ട്, ഫർക്ക് വ്യത്യാസങ്ങളുണ്ട്. നോക്കുക, അന്നൽ ഫിഖ്ഹ അസ്റഫു മിന്നു മിൻ തലാസത്തി ഔജിഹിൻ, മൂന്ന് വിധേനെ തിബ്ബിന്റെ ഇൽമിനേക്കാൾ ശ്രേഷ്ഠത ഫിഖ്ഹിന് തന്നെയാണ്. എന്താണത്? അഹദുഹ, ആ മൂന്ന് വജുകൾ. ഒന്ന്, അന്നഹു ഇൽമുൻ ശർഈയ്യൻ, ഫിഖ്ഹ് എന്ന് പറഞ്ഞാൽ ശർഈയായ വിജ്ഞാനം തന്നെയാണ്. ഇത് ഹുവ മുസ്തഫാദു മിൻ നുബുവത്തി, അത് പ്രവാചകന്മാരുടെ നുബുവത്തിൽ നിന്ന് മനസ്സിലാക്കുന്ന ഒന്നാണ്. ഖിലാഫി തിബ്ബി, തിബ്ബിന്റെ വിജ്ഞാനം അങ്ങനെയല്ല. കാരണം എന്താ, ഫഇന്നഹു നിശ്ചയമാണ് തിബ്ബ് ലൈസ മിൻ ഇൽമി ശർഈ, അത് ശർഈയായ ഇൽമിൽ പെട്ടതൊന്നുമല്ല. അപ്പൊ അങ്ങനെ സ്ഥാനം. അസ്താനി, രണ്ടാമത്തേത്, അന്നഹു ലാ യസ്തഗ്നി അൻ വഹദുൻ മിൻ സാലിഖി ത്വരീഖിൽ ആഖിറത്തി അൽബത്ത, ആഖിറത്തിന്റെ റൂട്ടിലേക്ക് സഞ്ചരിക്കുന്ന ഒരാൾക്കും ഈ ഫിഖ്ഹിനെ തൊട്ട് ആവശ്യം തീരില്ല, ഒരിക്കലും തീരില്ല. ആവശ്യമുണ്ടെങ്കിൽ തീരും. സഹി വലൽ മരീദ്, രോഗിയാവട്ടെ അല്ലെങ്കിൽ ആരോഗ്യമുള്ളവരാവട്ടെ, ആരും എന്താവുകയില്ല, ഫിഖ്ഹിനെ തൊട്ട് ആവശ്യം തീരുന്നവർക്കൊക്കെ ഫിഖ്ഹ് വേണം. അമ്മ തിബ്ബു, അപ്പൊ തിബ്ബ് എന്ന് പറഞ്ഞ സാധനം പലായ താജു ഇലൈഹിം, ആ തിബ്ബിലേക്ക് ചികിത്സയിലേക്ക് ആവശ്യമാകൂല ഇല്ലൽ മറന്ന രോഗികളല്ലാതെ. ഒരിക്കലും വേണ്ട ചികിത്സ ഓഹുമല്ല കല്ലൂൻ, അവർ കുറവല്ലേ. അപ്പൊ അത് മാറ്റണ്ട്. ഫിഖും തിബും തമ്മിൽ ഇത് മാറ്റണ്ട്. ഫിഖ് എല്ലാവർക്കും അനിവാര്യമാണ്, തിബ് അങ്ങനെയല്ല. അസാലിസു, മൂന്നാമത്തെ ഒരു വജിഹ്, മൂന്ന് വജിഹിലൂടെയാണ് സ്ഥാനം. അല്ലെങ്കിൽ മൂന്നാമത്തെ ഒരു വജിഹ് എന്താ, അന്ന ഇൽമൽ ഫിഖി, നിശ്ചയമായിട്ടും ഫിഖിന്റെ അറിവ്, അത് മുജാവിർ ഇൽമി ത്വരീഖിൽ ആഖിറത്തി, ആഖിറത്തിന്റെ വിജ്ഞാനത്തിന്റെ ആഖിറവഴിയുടെ വിജ്ഞാനത്തിനോട് അയൽവക്കമുണ്ട്, ശർഈയായ ഇൽമാണ്. അപ്പൊ ഫിഖിന് അങ്ങനെ ഒരു ബന്ധമുണ്ട്. കാരണം അന്നഹു നളറും വി അഅമാൽ ഹജ്ജ്, ഈ ഫിഖ് എന്ന് പറഞ്ഞാൽ
ഈ അഴമാൽ ജവാരിഹ്, ഹജ്ജല്ല ജവാരിഹ്, അവയവങ്ങളുടെ കർമ്മങ്ങളിൽ നോക്കലാണല്ലോ ഫിഖ്. അത് ശരിയാണോ അല്ലേ എന്നുള്ളത്. മസ്ദറു അഴമാൽ ജവാരിഹി വ മൻശഉഹ, അവയവങ്ങളുടെ കർമ്മങ്ങളുടെ ഉത്ഭവവും അതുണ്ടാവുന്നതും സിഫാത്തുൽ ഖുലൂബി, അത് ഹൃദയങ്ങളുടെ സിഫത്തുൽ ഗുണങ്ങളാണ്. ഹൃദയത്തിൽ അത് വേണല്ലോ, അപ്പോഴേ ഉണ്ടാവുള്ളൂ. അങ്ങനെ വരുമ്പോൾ പൽ മഹമൂദ് മിനൽ അഅ്മാൽ, അപ്പൊ കർമ്മങ്ങളിൽ നിന്ന് സ്തുതിക്കപ്പെടുന്നതും വാഴ്ത്തപ്പെടുന്നതും യസ്ദുറു അൽ അഖ്ലാഖൽ മഹമൂദത്തി അൽ മുൻജിയത്തി അൽ ആഖിറ, ആഖിറത്തിൽ രക്ഷ നൽകാൻ പറ്റുന്ന മഹമൂദായ സ്വഭാവങ്ങളുണ്ട്. ആ സ്വഭാവങ്ങളെ തൊട്ട് ഈ പറയുന്ന മഹമൂദായ അമലുണ്ടാവും എന്നാണ്. വൽ മദ്മുമു, ചീത്തയായ ആള്, മദ്മും എന്ന് പറഞ്ഞാൽ അത് യസ്ദുറു ആ ഇൽമ് മദ്മുമിൽ നിന്നാണ് ഉണ്ടാവുക, മോശക്കാരനുണ്ടാവുക. അപ്പൊ മോശമായ ഇൽമാണ്. അവയവങ്ങൾക്ക് കൽബുമായുള്ള ചേരൽ നിഗൂഢമല്ല, എല്ലാവർക്കും അതറിയാം ചേരുമെന്നുള്ളത്. അപ്പൊ അങ്ങനെയാണ് ഉഖറവിയായ ഇൽമിന്റെ നേട്ടം. അമ്മസികത്തുൽ മറന്നു, രോഗം ആരോഗ്യം, അത് മനസ്സുഹുമ, അത് രണ്ടിന്റെയും ഉറവിടം ഉണ്ടാകുന്ന സ്ഥലം സ്വഭാവിൽ മസാജി വൽ അഖ്ലാഖ്, പിത്തകഫങ്ങളും മറ്റു സംഗതികളും കൂടിക്കലർന്ന വിഷയത്തിൽ തെളിച്ചമുള്ളത് ഏത്, അതിനനുസരിച്ച് കൊണ്ടുവന്ന് ഉണ്ടാവുകയാണ്. അതാരിക്ക ആ പറഞ്ഞ സംഗതി ഏത്, യഖ്ലാത്തും മിസാഹും മിസാജ്, കൂടിക്കലർന്ന കാര്യങ്ങൾ, ഭക്ഷണങ്ങൾ, പിത്തകഫം, ഇതൊക്കെ കൂടിക്കലർന്നതാണ്. അവയിലുള്ളതായിരിക്കുന്ന ഗുണങ്ങളായിരിക്കും തെളിച്ചമായിരിക്കും മനുഷ്യൻ പറഞ്ഞു. അപ്പൊ അതും എന്താണ്, ശരീരത്തിന്റെ ഗുണങ്ങൾപ്പെട്ടതാണ്. മിൻ ഔസാബിൽ ബദൻ ലാ മിൻ ഔസാബിൽ ഖൽബ്, അതെന്താ ഖൽബിന്റെ വസ്തുവിൽപ്പെട്ടതല്ല. പോകുമ അങ്ങനെ വരുമ്പോൾ അപ്പൊ ഇത് രണ്ടും അപ്പൊ തിബിലേക്ക് എങ്ങാനും ഫിഖ്ഹിനെ ചേർക്കപ്പെടുകയാണെങ്കിൽ ലഹറ സർഫും, തിബിലേക്ക് ഫിഖ്ഹിനെ ചേർക്കുമ്പോൾ ഫിഖ്ഹിന്റെ സ്ഥാനം വെളിവായി. വൈദാ ഒന്നീബ ഇൽമു ത്വരീഖിൽ ആഖിറത്തി, ആഖിറത്തിന്റെ വഴിയുടെ ഇൽമിനെ ചേർത്തു. ഇല ഫിഖ്ഹിലേക്ക് ചേർത്താൽ ലഹറ മനസ്സിലായി അയലൻ വീണ്ടും സർഫു ഇൽമി ത്വരീഖിൽ ആഖിറത്തി, അപ്പോൾ ആഖിറത്തിന്റെ ത്വരീഖത്തിലേക്കുള്ള വഴിയുടെ ഇൽമ്, ആ ഇൽമി എത്ര ഉന്നതമാണ് അപ്പൊ തിരിയും. അങ്ങനെയാണ്, ഇങ്ങനെയൊക്കെയാണ് കാര്യം തീരുമാനിച്ചു പോകുന്നത്. ഓക്കെ, പിന്നെ പറയാനുള്ളത് ഫൈഖുൽത്ത, എനിക്ക് ചോദിക്കാം. എന്താ ചോദിക്കണത്? ഫസ്സില്ലി ഇൽമ ത്വരീഖിൽ ആഖിറത്തി, നിങ്ങൾ എനിക്ക് ആഖിറത്തിന്റെ വഴിയുടെ വിജ്ഞാനം എന്താണോ അത് വിശദീകരിച്ച് തരണം. തഫ്സീർ, നല്ലൊരു വിശദീകരണം തരണം. യുഷീറു ഇലാ തറാജുഹി, അത് അതിൻ്റെതായിരിക്കുന്ന ഹെഡിങ്ങിലേക്ക് തന്നെ സൂചിപ്പിക്കും. അങ്ങനെ ഒരു ത്വരീഖ ഇൽമുണ്ടല്ലോ, അങ്ങനെ സൂചിപ്പിക്കുന്ന ഒരു വിശദീകരണം നിങ്ങൾ നൽകണം. വഇല്ലം യകുൻ ഇസ്തിഖ്സാഉ തഫാസിലിഹി, അതിന്റെ വിശദീകരണം അറ്റമായി വന്നിട്ടില്ല എങ്കിലും സംഗതി എന്ത് വേണം, അതിന്റെ തറാജീവ് നിരപ്പുള്ളാക്കി തന്നെ. ഫഅലം, നീ അറിഞ്ഞോ, അന്നഹു നിശ്ചയമായിട്ടും അത് രണ്ട് ഓഹരിയുള്ളത്. ഒന്ന് ഇൽമു മുകാശഫ, മറ്റൊന്ന് ഇൽമു മുആമല. ഇങ്ങനെ രണ്ട് ഇൽമാണ് ഉള്ളത്. ഇതാണ് പഠിക്കേണ്ടത്.